കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇസ്രായേലിനോട് പറഞ്ഞായിരുന്നു ഈ നിലപാട് തോർന്നാൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ലേ ഈ പ്രസ്താവന കേട്ട് നെതന്യാഹു 2 ദിവസം ഉറങ്ങിയില്ലെന്ന് ഈ പിണറായി വിജയന്റെ. ഇവര് പണ്ടും എങ്ങനെയാ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ മണ്ടത്തരേ. ഈ പണ്ട് ഇറാഖ് അധിനിവേശ കാലത്ത് CPM-ന്റെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുകയാണ്. അപ്പോ VS അച്യുതാനന്ദനാണ് ഉദ്ഘാടനം. അപ്പൊ അന്ന് അവിടെ നിന്ന് അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് വളരെ ശുഷ്കാന്തിയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി അത് പറയാണ്, മിസ്റ്റർ ബൂൾസ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇറാഖിന് നേരെയുള്ള ഈ അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് CPIM പോകും. അത് കേട്ട് ഞാനും കൈയടിച്ചു. അപ്പൊ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ അമേരിക്ക വിചാരിച്ചിട്ട് അനങ്ങുന്നില്ല, പിന്നെയാണ് പിണറായി വിജയൻ. ഞാൻ പറഞ്ഞ നിലപാടാണ്. ഈ നിലപാട് ആരൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല. ഈ രാജ്യത്തുള്ള ഇസ്ലാം സഹോദരങ്ങളൊന്നും തീവ്രവാദികളല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അവരെ പോലും ഇവർ പറയുന്നിടത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു. എന്താണ്? നരേന്ദ്രമോദി എന്ന ഭീകരൻ ഇന്ത്യ ഭരിക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പൗരന്മാർ 2ാം പൗരന്മാരായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല. 10 കൊല്ലമായില്ലേ? ഇനിയും നിങ്ങൾ സുരക്ഷിതരല്ലെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ രാജ്യം വിട്ടു പോകാൻ മാർഗമില്ല. ഈ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും സുരക്ഷിതമായി ജീവിക്കുന്ന മറ്റൊരു വർഗം ഉണ്ടാകില്ല. എന്നിട്ടും ഇവിടെ സുരക്ഷിതരല്ല. ഈ ചിന്ത അവരുടെ മനസ്സിലേക്ക് തള്ളിക്കയറ്റുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ വിഘടനവാദി സംഘടനകൾ ശക്തി പ്രാപിച്ചു. എന്താ? ഈ പ്രചരണം.